ചങ്ങായിമാരെല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സംഗീതയുടെ എല്ലാമായ ഫസൽ കാരാട്ട് എന്ന പേരുള്ള ഒരു സംഗീയോളിയെ കുറിച്ചാണ്. ഈ സംഗീയോളിയെ കുറിച്ച് വീഡിയോ ചെയ്യണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ ഈ സംഗീയോളി ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന, ഹിന്ദുക്കൾ ഒരുപാട് സ്നേഹിക്കുന്ന അൻസാരി ഉസ്താദിനെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞു. ആ തന്തയില്ലായ്മ പറഞ്ഞ ഈ പരനാറി ഫസൽ കാരാട്ടിനെതിരെ 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ എനക്കൊരു മനസമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ പരനാറിന്റെ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചത്. ഈ പരനാറി സംഗീയോളി അൻസാരി ഉസ്താദിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് വിഷമാവും. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഈ പരനാറി സംഗീയോളിയുടെ അണ്ണാക്ക് കയറി, ഈ ഫസൽ കാരാട്ടിന്റെ അണ്ണാക്ക് കയറി ഞാൻ വെടിപൊട്ടിക്കുന്നുണ്ട്. നമുക്കാദ്യം എന്താണ് ഈ പരനാറി പറഞ്ഞതെന്ന് കേട്ടിട്ട് വന്നാലോ? ഒരു ഭാഗത്ത് മുസ്ലിം പെൺകുട്ടികളുടെ ആഘോഷത്തിന്റെയും മർമാദത്തിന്റെയും അവസാനിക്കാത്ത മൂടുത്സവം, മറ്റൊരു ഭാഗത്ത് മരണത്തോടുകൂടി എല്ലാ മൂടും അവസാനിച്ച ഒരു സാധുവായ നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പര്യവസാനത്തിന്റെ നേർക്കാഴ്ച നമ്മൾ കണ്ടുവരും. ഇത് രണ്ടും ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ എന്തോരം കാര്യങ്ങൾ നമ്മുടെ മനുഷ്യരായി നമുക്ക് പഠിക്കാനുണ്ട്. ഞാനിപ്പം വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. എന്റെ നാടിന്റെ സമീപത്ത് ആറാട്ടുപുഴയിൽ 24 വയസ്സുള്ള മിഥിലാജ് എന്ന പൊന്നുമോൻ 2-3 ദിവസം മുമ്പ് ഫ്ലിപ്കാർട്ടിൽ അവന് ഒരു ചീപ്പ് ഓർഡർ ചെയ്തിരുന്നു. ഇന്ന് ആ ചീപ്പ് ഡെലിവറി ബോയ് ഡെലിവറി ചെയ്തു. പക്ഷേ അത് വാങ്ങിയത് മിഥിലാജല്ല, മിഥിലാജിന്റെ ഉപ്പയാണ് അത് സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം ആക്സിഡന്റിൽ മിഥിലാജ് പൊന്നുമോൻ മരണപ്പെട്ടു പോയി. എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള നിഷ്കളങ്കനായ ഒരു പാവപ്പെട്ട പൊന്നുമോൻ ഏത് തിരക്കിനിടയിലും ആരെങ്കിലും ഒരു ആവശ്യം വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ വരേക്കാന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് അവരുടെ കാര്യം സാധിച്ചു കൊടുക്കുന്നത്. ഇന്നലെ അവന്റെ മരണത്തിന് ആ ജനാസക്ക് സാക്ഷിയായ മനുഷ്യർ കരയാത്തൊരു മനുഷ്യൻ പോലില്ല. അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേര് കണ്ണൻ എന്ന. കണ്ണൻ ബോധരഹിതനായി വീണു. ഇതെല്ലാം മുന്നിൽ നിന്ന് കണ്ട ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അർമാദിച്ചോളൂ, ആസ്വദിച്ചോളൂ. ഞങ്ങൾക്ക് ഈ മൂഡ്, ഏത് മൂഡ് ഇതൊന്നും ഡാൻസ് ചെയ്യാനും ഈ തുള്ളാനൊന്നും ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, കാര്യമില്ലാത്തതുകൊണ്ടാണ്. ഈ താലിബാനോളി വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇത് നല്ല ഒന്നാന്തരം പച്ചവർഗീയവാദം തന്നെയാണ്, പച്ചവർഗീയത തന്നെയാണ് ഈ താലിബാനോളി വിളിച്ചു പറയുന്നത്. ഇത് ഓണത്തിന് എതിരെയുള്ള പച്ചവർഗീയത തന്നെയാണ്. ഇത് വെറുതെ എന്തെങ്കിലും പറയല്ല. നമുക്ക് ഈ വ്യക്തി വിളിച്ചു പറഞ്ഞ ഓരോന്നും ഒന്ന് എടുത്തൊന്ന് പരിശോധിക്കാം. നിങ്ങൾ തന്നെ കേട്ടില്ലേ? അതായത് ഓണവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് മുസ്ലിം പെൺകുട്ടികളുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വെച്ചിട്ടുള്ളത്. മറുഭാഗത്ത് വെച്ചിട്ടുള്ളത് ഓണാഘോഷത്തിൽ നിർഭാഗ്യവശാൽ ഒരു യുവാവ് ഓണാഘോഷത്തിനിടെ മരണപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട്. മാത്രമല്ല ഈ വീഡിയോയിലുടനീളം ദൗർഭാഗ്യകരമായിട്ട് സംഭവിച്ചിട്ടുള്ള മരണത്തെക്കുറിച്ച് ഈ താലിബാനോളിയുടെ വീടുമായി ബന്ധപ്പെട്ട് അടുത്ത് ദൗർഭാഗ്യകരമായിട്ട് മരണപ്പെട്ട ഒരു യുവാവുമായി ബന്ധപ്പെട്ടുമാണ് വിളിച്ചു പറയുന്നത്. എന്താണ് എന്നിട്ട് ഈ ഒരു മരണത്തിലൂടെയൊക്കെ തന്നെ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത്? ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള മരണത്തെ പോലും പച്ചവർഗീയതക്കല്ലേ ഈ താലിബാനോളി ഉപയോഗിക്കുന്നത്? ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് ബഹുമാനിക്കുന്ന അൻസാരി ഉസ്താദിനെ താലിബാനോളി എന്ന് വിളിച്ച ഫസൽ കാരാട്ട് എന്ന പേരുള്ള വേട്ടാവളിയ. ആ താലിബാനോളി ആരാണെന്ന് വെച്ചാൽ അബദ്ധത്തിൽ താങ്കളെ നിർമ്മിച്ച താങ്കളുടെ പിതാവാണെന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഓക്കെ. പിന്നെ അൻസാരി ഉസ്താദ് ആ വീഡിയോയിൽ എവിടെയാണ് ഓണത്തെ അവഹേളിക്കുന്നത്, ഹിന്ദുക്കളെ അവഹേളിക്കുന്നത്? നീക്ക് എവിടെയും കാണിച്ചു തരാൻ പറ്റുവാടാ സംഗീയോളി? അദ്ദേഹം പറഞ്ഞത് ഓണത്തിന്റെ പേരിൽ കോപ്രായങ്ങൾ കാണിക്കുന്ന മുസ്ലിം കുട്ടികളെ കുറിച്ചാണ്. ഓണം ആഘോഷിക്കുന്ന കുട്ടികളെ കുറിച്ചല്ല, കോപ്രായങ്ങൾ കാണിക്കുന്ന മുസ്ലിം കുട്ടികളെ കുറിച്ചാണ്. പിന്നെ സംഗീയോളി വേട്ടാവളിയ, നീ അദ്ദേഹത്തിന്റെ പേജിൽ പോയി അദ്ദേഹം ചെയ്ത വീഡിയോ കണ്ടുകഴിഞ്ഞില്ല. അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മതത്തിൽപ്പെട്ട ആൾക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളെ കുറിച്ചാണ്. നബിദിനത്തിന്റെ പേരിൽ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നതിനെ പറ്റി അദ്ദേഹം നിശിതമായി വിമർശിക്കുന്ന വീഡിയോ അദ്ദേഹത്തിന്റെ പേജിലുണ്ട്. നീ അത് കണ്ടിട്ടില്ലേ? നിന്റെ ആ ഉണ്ട കണ്ണിലുണ്ടല്ല, ആ കാഴ്ച ശരിക്കും പതിവില്ല വേട്ടാവളിയ. പിന്നെ അദ്ദേഹം അവിടെ പറഞ്ഞത് മിഥിലാജ് എന്ന പേരുള്ള ഒരു മുസ്ലിം കുട്ടി മരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത്, ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് കണ്ണൻ എന്ന പേരുള്ള ഒരു ഹിന്ദു കുട്ടിയാണെന്നാണ്. അതിലെവിടെയാണോ വേട്ടാവളിയോ വർഗീയത ഉള്ളത്? അതിലൊരു സഹോദരില്ലേ, സ്വന്തം കൂട്ടുകാരന്റെ മരണത്തിൽ സങ്കടപ്പെടുന്ന ഒരു സഹോദരൻ, ഒരു ഹിന്ദു സഹോദരന്റെ കണ്ണുനീര്, ഒരു സ്നേഹത്തെ കുറിച്ചല്ലോ അദ്ദേഹം പറഞ്ഞത്. നിനക്കും നിന്റെ സംഘികൾക്കും ഹിന്ദുവും മുസ്ലിമും ഉള്ള സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കരമായിട്ട് കുരുപൊട്ടെന്ന് നമുക്കറിയാം. ആ കുരുപൊട്ടിയിട്ട് ആ കുരുവും കൊണ്ട് നീ അൻസാരി ഉസ്താദിന്റെ നെഞ്ചത്തേക്ക് കയറണട്ടാ. നീ അദ്ദേഹത്തിന്റെ പേജിൽ പോയി കഴിഞ്ഞാൽ വേറെയും വീഡിയോ കാണും. ഒരുപാട് ഹിന്ദുക്കളെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത വീഡിയോ അദ്ദേഹത്തിന്റെ പേജിൽ പോയാൽ നിനക്ക് കാണാൻ പറ്റും. പക്ഷെ നിന്റെ വായിലോട്ട് ചാണകം വെച്ച് തന്നിട്ട് നിന്നോട് ഈ പൊട്ടത്തരം പറയിപ്പിക്കുന്ന സംഘികൾ എത്ര ഹിന്ദുക്കളെ സഹായിച്ചിട്ടുണ്ടോ? എത്ര ഹിന്ദുക്കളെ സഹായിക്കുന്ന വീഡിയോ നിനക്ക് കാണിച്ചു തരാൻ പറ്റും? ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് പാര വെച്ചിട്ട് ആ ഹിന്ദുവിന് കിട്ടേണ്ട സഹായം ഇല്ലാതാക്കുന്നവരല്ലാണ്ട് ഏതെങ്കിലും ഒരു സംഘീനെ നിനക്ക് കാണിച്ചു തരാൻ പറ്റൂടാ? ഫസൽ കാരാട്ട് എന്ന പേരുള്ള സംഘിയോള് ഫുണ്ടൈ മകനെ. നമുക്കിനി ഈ ഫുണ്ടൈ മകന്റെ അടുത്ത കുത്തിത്തിരിപ്പ് എന്താണെന്ന് കണ്ടിട്ട് വന്നാലും വാ. ഇത് ഓണത്തിനെതിരെയാണ് പ്രചരണം നടത്തുന്നത്. ഡയറക്റ്റ് ഓണത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് കേരളത്തില് ആ പറയുന്നവൻ അങ്ങ് ശൂന്യാകാശത്തോട്ടങ്ങെത്തു. നമ്മൾ കണ്ടതാ, ഒരു അധ്യാപകരൊക്കെ രംഗത്തെത്തിയിട്ട് ഓണാഘോഷിക്കരുതെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആ പറഞ്ഞവർക്ക് നേരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ച്. അപ്പൊ കേരളത്തിൽ ഓണത്തിനെതിരെയൊക്കെ പച്ചക്കാരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ
അവർക്കെതിരെ ബോധമുള്ള സകല ആളുകളും ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കും. അത് തിരിച്ചറിഞ്ഞിട്ട് ദൗർഭാഗ്യകരമായിട്ട് സംഭവിച്ചിട്ടുള്ള മരണത്തെയൊക്കെ ഉയർത്തിപ്പിടിച്ചത് മാത്രമല്ല, ഒരു യുവതി മരണപ്പെട്ടതിനെ കുറിച്ചൊക്കെ തന്നെ വീഡിയോയിൽ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു മുന്നോട്ട് പോവാ. മരണം വാതിൽക്കലെത്തിയതാണ്. അത്തരത്തിലാണ് നിരന്തരം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആഘോഷിക്കാനൊക്കെ താല്പര്യം. ഈ താലിബാനോളിയൊക്കെ ബുദ്ധിബോധമുള്ള ആരെങ്കിലും ഓണത്തിന് വിളിക്കും? ഓരോ ആളുകളൊക്കെ ചിന്തിക്കേണ്ടതാ. ഫസൽ കാറാട്ട് എന്ന പേരുള്ള സംഗീയോളി ഫുണ്ടേ അൻസാരി ഉസ്താദിനെ ഹിന്ദുവായ ഞാൻ ഓണത്തിന് ക്ഷണിക്കും. എന്നെ പോലെ ഒരുപാട് ഹിന്ദുക്കൾ അദ്ദേഹത്തെ ഓണത്തിന് വീട്ടിലോട്ട് ക്ഷണിക്കും. പക്ഷെ നിന്നെ പോലുള്ള ഫുണ്ടേ മകൻ സംഘിയോളെ ആര് ഓണത്തിന് വിളിക്കും? സംഘികൾ നിന്നെ വിളിക്കൂടോ? സംഘികൾ വിളിക്കുമായിരിക്കും. പക്ഷെ ബോധവും വിവരവുമുള്ള ഒരു ഹിന്ദുവും നിന്നെ ഓണത്തിന് വീട്ടിലോട്ട് ക്ഷണിക്കില്ല. കാരണം സ്വന്തം സമുദായത്തെ, അതായത് സ്വന്തം സമുദായമായ മുസ്ലിമിനെ ഒറ്റിയിട്ട് സംഘികളെ സുഖിപ്പിച്ചിട്ട് ജീവിക്കുന്ന നിന്നെ എങ്ങനെ വിശ്വസിക്കും? സ്വന്തം ഉപ്പയും ഉമ്മയും വരെ നീ പിന്നിൽ നിന്ന് കുത്തിയിട്ട് സംഘികളെ സുഖിപ്പിക്കുമെന്ന് നല്ലവരായ ഹിന്ദുക്കൾക്കറിയാം. അതുകൊണ്ട് നിന്നെ ഞാനടങ്ങുന്ന ഹിന്ദുക്കൾ ഒരിക്കലും വീട്ടിലേക്ക് ക്ഷണിക്കില്ല. പക്ഷെ സംഘികൾ നിന്നെ ക്ഷണിക്കും. നിന്റെ അണ്ണാക്കിലേക്ക് ചാണകം കുത്തിത്തിരിക്കും. ആ ചാണകം നല്ലോണം തിന്നിട്ട് ഇതുപോലുള്ള വൃത്തികേടുകളും പൊട്ടത്തരങ്ങളും നീ വന്ന് സംഘികൾക്ക് വേണ്ടി ഇങ്ങനെ ഛർദിക്കും. പരനാറി സംഘിയോളി ഫസൽ കാറാട്ടെ. അതുകൊണ്ട് ഞാൻ നിന്നോട് ഒന്നുകൂടി പറയട്ടെ, ഫസൽ കാറാട്ട് എന്ന സംഘിയോളി ഫുണ്ടേ, അൻസാരി ഉസ്താദിനെ ഓണത്തിനെന്നല്ല ഏത് ആഘോഷത്തിനും, ഇനി ആഘോഷമില്ലെങ്കിലും അദ്ദേഹത്തിന് കേരളത്തിലുള്ള എല്ലാ ഹിന്ദുക്കളും അവരുടെ വീട്ടിലേക്ക് ഒരു മടിയും കൂടാതെ ക്ഷണിക്കും. പക്ഷെ നിന്നെ ഒരു ഹിന്ദുക്കളും അവരുടെ വീട്ടിന്റെ പറമ്പത്തിന്റെ 7 അയലത്ത് അടുപ്പിക്കില്ല. പരനാറി സംഘിയോളി ഫുണ്ടേ മകൻ ഫസൽ കാറാട്ടെ. നമുക്കിനി ഈ ഫുണ്ടേ മകൻ ലാസ്റ്റ് എന്താണ് പറയുന്നത് കൂടി കേട്ടിട്ട് വരാപ്പാ. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണേ. ഇയാൾ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? മുസ്ലിം പെൺകുട്ടികൾ ആഘോഷിക്കുന്നത്, മുസ്ലിം പെൺകുട്ടികളെ ഇതുകൊണ്ട് ആ ഒരു ടൈപ്പിൽ ഇങ്ങനെ പാട്ടൊക്കെ ചെയ്ത് മുസ്ലിം പെൺകുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അല്ല, ഇയാളൊക്കെ ആരാണ് കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികളുടെ അട്ടിപ്പേറവകാശം കൊടുത്തിട്ടുള്ളത്? ഇയാളൊക്കെ ആരാണ് മുസ്ലിം പെൺകുട്ടികളുടെ അട്ടിപ്പേറവകാശം എടുത്തിട്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് നേരെ തോന്നിയത് വിളിച്ചു പറയാൻ? ഇയാൾക്കും ഇയാളുടെ തിട്ടൂരങ്ങൾക്കൊക്കെ മുസ്ലിം സമൂഹം, മുസ്ലിം പെൺകുട്ടികൾ പുല്ല് വിലയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കൃത്യമായിട്ട് അതിന്റെ തെളിവുകൾ തന്നെ കാണാൻ സാധിക്കും. അത് സത്യമാണ്. നിന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം സഹോദരങ്ങൾ നിന്നെ എങ്ങനെയാണ് കാണുന്നതെന്നും അൻസാരി ഉസ്താദിനെ എങ്ങനെയാണ് കാണുന്നതെന്നും വ്യക്തമായും മനസ്സിലാക്കാൻ പറ്റും. മുസ്ലിം സമുദായം നിന്നെ വെറും ഒരു ഒറ്റുകാരനായിട്ടും സംഘിയോളി ഫുണ്ടയായിട്ടും മാത്രമേ കാണുന്നുള്ളൂ. നിന്റെ വീഡിയോന്റെ അടിയിൽ വരുന്ന കമന്റ് കണ്ടാൽ തന്നെ തിരിയും സംഘിയോളി ഫുണ്ടേ. നിനക്ക് അവര് പറയുന്ന ആരോപണങ്ങൾക്ക് തിരിച്ചൊരു മറുപടി ആ കമന്റ് ബോക്സിൽ എപ്പോഴെങ്കിലും പറയാൻ കഴിയുക? നിനക്ക് പറ്റും നിന്റെ സംഘിയോളി ഫുണ്ടകളെ കൊണ്ട് നിന്നെ വിമർശിക്കുന്ന മുസ്ലിങ്ങളെ വന്ന് തെറി വിളിപ്പിക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ നിനക്ക് അവര് പറയുന്ന ആരോപണങ്ങൾക്ക്, അവര് പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി നിന്റെ കമന്റ് ബോക്സിലെങ്കിലും സാധിക്കുന്നുണ്ടടാ ഫുണ്ടയോളി സംഘിയോളി ഫുണ്ടേ മകനെ. പിന്നെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മതത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളോടാണ്, ആ മുസ്ലിം പെൺകുട്ടികളോടാണ്. അതിലെവിടെയും അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിലും ഹിന്ദുക്കൾക്കെതിരെ ഒരു വാക്കുപോലും ഉച്ചരിച്ചിട്ടില്ല വേട്ടാവളിയ. പിന്നെ സംഘികളെ വിമർശിക്കുമ്പോൾ നിനക്കത് ഹിന്ദുക്കളാന്ന് തോന്നുന്നത് നീ സംഘികൾ തരുന്ന ചാണകൊണ്ടല്ല, അടിയെ ഒരു അറപ്പ് ഒരു ഉളുപ്പില്ലാണ്ട് വിഴുങ്ങുന്നത് കൊണ്ട് മാത്രമാണ് വേട്ടാവളിയ. അങ്ങനെ നിനക്ക് മുസ്ലിം പെൺകുട്ടികൾ തുള്ളിച്ചാടുന്ന ഒരുപാട് ഇഷ്ടമാണെങ്കിൽ നിന്റെ വീട്ടിലുള്ള മുസ്ലിം പെൺകുട്ടികളെ കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു വീഡിയോ നിന്റെ ഫേസ്ബുക്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ഞൊട്ടും നീ സംഘികളെ ഇങ്ങനെ ഹൂംഫിച്ച് ജീവിക്കാനല്ലാണ്ട് നിനക്ക് അതുപോലെ ചെയ്യാൻ പറ്റുമോ? നിന്റെ വീട്ടിലുള്ളവർ തുള്ളുന്നൊരു വീഡിയോ നിനക്ക് ചെയ്യാൻ പറ്റൂല സംഘിയോളി ഫുണ്ടേ മകനെ. അത് വിവരവും ബോധവും ബുദ്ധിയില്ലാത്ത സംഘിയൊക്കെ മനസ്സിലാകാത്തോടത്തോളം കാലം നീ ഇങ്ങനെ ജീവിച്ചു പോകും. സംഘികളെ ഹൂംഫിച്ച് സംഘിയോളി ഫുണ്ടയായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകും. പിന്നെ നീ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരുപാട് വീഡിയോ സോഷ്യൽ മീഡിയയിലുണ്ട്. ഓണം ഘോഷയാത്രക്ക് സഹകരിക്കുന്ന നല്ലവരായ മുസ്ലിങ്ങളുടെ വീഡിയോ, പിന്നെ നബിദിനത്തിന് സഹകരിക്കുന്ന നല്ലവരായ ഹിന്ദുക്കളുടെ വീഡിയോ, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം ഒരുപാട് നല്ലവരായ ഹിന്ദുക്കളും പിന്നെ അൻസാരി ഉസ്താദിനെ പോലെ ഒരുപാട് നല്ലവരായ മുസ്ലിങ്ങളും ഇന്ന് ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് സംഘിയോളി ഫുണ്ടേ മകൻ ഫസൽ കാറാട്ടെ. അതില്ലാതാക്കാൻ വേണ്ടി ചാണക സംഘികൾ നിന്നെപ്പോലത്തെ മുസ്ലിം നാമധാരികളായ കുറെ വേട്ടാവളിയന്മാരെ ഇറക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. നീയും നിന്റെ സംഘികളും എന്ത് ഫുണ്ടത്തരം കാണിച്ചാലും ഹിന്ദുക്കളുടെ മനസ്സിൽ അൻസാരി ഉസ്താദ് എന്ന മനുഷ്യൻ ഒരുപാട് മുകളിലാണ്. നിനക്കൊക്കെ എത്ര കല്ലെറിഞ്ഞാലും കൊള്ളാത്ത രീതിയിൽ, നീയൊക്കെ എത്ര വലിച്ച് താഴ്ത്തിയിടാൻ നോക്കിയാൽ വീഴാത്ത രീതിയിൽ മലയാളികൾ ഹിന്ദുക്കൾ അദ്ദേഹത്തെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ വൃത്തികെട്ട നാക്കുകൊണ്ട് അൻസാരി ഉസ്താദ് ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലടാ പരനാറി ഫുണ്ടേ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ, താലിബാനോളി ആരാണെന്ന് വെച്ചാൽ അത് തന്റെ പിതാവാണ്. തന്നെ അബദ്ധവശാൽ ഉണ്ടാക്കിപ്പോയ തന്റെ പിതാവാണ്. ഇത്രയെങ്കിലും ഞാൻ ഈ വേട്ടാവളിയം ഫുണ്ടേ മകൻ ഫസൽ കാറാട്ടിന് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല. എന്റെ വായിൽ നിന്ന് വന്ന വാക്ക് കുറച്ച് വൃത്തികേടാണെന്ന് എനിക്കറിയാം. അതെന്നെ ഇഷ്ടപ്പെടുന്നവര് ക്ഷമിക്കുമെന്നും ഞാൻ കരുതുന്നു. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.